പാട്ടിൻ്റെ കാലങ്ങൾ താളങ്ങൾ എന്നാണ് നമ്മൾ ഇതിന് കൊടുത്തിട്ടുള്ളൊരു തലക്കെട്ട്. ശരിക്കും കാലവും താളമൊക്കെ ഒന്ന് തന്നെ. കാലത്തിൽ താളമുണ്ട്, താളത്തിൽ കാലമുണ്ട്. ഇപ്പോൾ നമ്മൾ മുമ്പേ ഒക്കെ ഒരു ധാരണയുണ്ടല്ലോ, ധാരണയില്ല, ഒരു വസ്തുത തന്നെ. ഈ ശാസ്ത്രീയ സംഗീത, കർണാടക സംഗീതത്തിൻ്റെയൊക്കെ ബൈ പ്രോഡക്റ്റായിട്ടാണ് സിനിമാ സംഗീതം ആദ്യകാലം മുതലേ നിലനിന്നത് എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും സിനിമകളുടെ ഈണങ്ങളൊക്കെ ഹിന്ദി സിനിമാ സംഗീതത്തിൽ നിന്ന് എടുത്തിരുന്നു. അതിൽ തന്നെ പലതും ഈ കർണാടക സംഗീതത്തിലെ കീർത്തനങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഇതിലാണെങ്കിലും ദക്ഷിണാമൂർത്തിയെ പോലുള്ളവരൊക്കെ ശരിക്കും കർണാടക സംഗീതത്തിലെ കീർത്തനങ്ങൾ തന്നെയാണ്. അത് തന്നെ വളരെ ചുരുക്കിയിട്ടാണ് അദ്ദേഹം. ഇപ്പോൾ അടുത്ത് ഒരു പി ജയേന്ദ്രൻ സാർ അദ്ദേഹം പോയ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ഫേമസ് ആയൊരു പാട്ടുണ്ട്, കാവ്യ പുസ്തകമല്ലോ ജീവിതം. അപ്പോൾ അതിനെക്കുറിച്ച് ദക്ഷിണാമൂർത്തിയോടൊക്കെ ചോദിച്ചപ്പോൾ സ്വാമി പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതേ ത്യാഗരാജൻ്റെ സാമജവര ഗമന എന്നുള്ള പാട്ട് ഹിന്ദോളത്തിൽ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഞാൻ തിരിച്ച് അതേ രാഗം കൊണ്ട് എടുത്തിടുകയാണെന്നാണ് പറഞ്ഞത് ഈ സിനിമാ പാട്ടിലേക്ക്. അപ്പോൾ അദ്ദേഹത്തിന് അതിന് കൊടുത്ത ഗ്യാരണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 300-400 കൊല്ലമായിട്ട് ആ പാട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പാട്ട് 100 കൊല്ലെങ്കിലും നിൽക്കില്ലേ. അപ്പോൾ അത്രത്തോളം നമ്മുടെ ഒരു മ്യൂസിക് ഡയറക്ടേഴ്സ്, അപ്പോൾ ദേവരാജ മാഷാണെങ്കിലും, ദേവരാജ മാഷ് ഇപ്പോൾ ചെയ്യുന്ന ഇതിനൊക്കെ രാഗങ്ങളുണ്ടായിരുന്നു. ബാബുരാജനുണ്ടായിരുന്നു, അദ്ദേഹം ഹിന്ദുസ്ഥാനിയായിരുന്നു, ഇദ്ദേഹം കർണാടക സംഗീതമാണ്. ദേവരാജൻ പലതരത്തിലുള്ള ട്യൂണുകൾ ചെയ്തിട്ടുണ്ട്. രാഘവ മാഷാണെങ്കിൽ നമ്മളൊരു കേരളത്തിൻ്റെ തന്നെ ഒരു നാടൻ സംസ്കാരത്തിൻ്റെ ഈണങ്ങളാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമാ പാട്ട് അല്ലെങ്കിൽ സിനിമാ സംഗീതം എന്ന് പറയുമ്പോൾ അത് ശരിക്ക് പുറത്തുള്ള ഒരു സംഗീതത്തിൻ്റെ ഒരു സംസ്കാരത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഏറ്റവും ജനപ്രിയ കലാരൂപമായ സിനിമാ ഗാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു കർണാടക സംഗീതജ്ഞൻ എന്ന രീതിയിലും ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിലാണ് ഇപ്പോൾ ശ്രീവത്സൻ മേനോൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ്, അതിനൊരു കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും താങ്കൾക്ക് തോന്നുന്ന ഒരു റിപ്ലൈ, അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ത്യാഗരാജസ്വാമികളുടെ കൃതികൾ അല്ലെങ്കിൽ ദീക്ഷിതർ കൃതികൾ, അതിൻ്റെ ഒരു ഏകദേശ രൂപമാണ് സിനിമയിലേക്ക് വന്നിട്ടുള്ളതെന്ന് ദക്ഷിണാമൂർത്തി സ്വാമി പറയുമ്പോൾ അത് വിനയം കൊണ്ട് പറയണതാണ്. അതല്ലാതെ അതിൻ്റെ നമ്മുടെ സാധാരണ ഭാഷയെ പറയണ പോലെ ഒരു ഈച്ച കോപ്പി അല്ല ഒരു സിനിമ പാട്ടിലെ. കാരണം രാഗം ഹിന്ദോളമാണെങ്കിലും അല്ലെങ്കിൽ രാഗം കല്യാണിയാണെങ്കിലും ഓരോ രാഗത്തിനെ നമ്മൾ ഒരു സന്ദർഭം അനുസരിച്ചും പിന്നെ ആ ചിത്രീകരണ വേളയിൽ ഉണ്ടാവുന്ന ചില കെമിസ്ട്രി അതനുസരിച്ചും കഥാപാത്രത്തിനനുസരിച്ചും ഒക്കെ ആ രാഗത്തിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഒരു രാഗം തന്നെ ചിലപ്പോൾ പ്രണയമായി മാറാം, ഒരു രാഗം തന്നെ ഒരു ഡാൻസിനുള്ള സിറ്റുവേഷനായിട്ട് മാറാം. ഇപ്പം ഹിന്ദോളം എടുക്കൂ, ഹിന്ദോളം എടുത്താൽ ഇപ്പം നമ്മൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പണ്ട് ദൂരദർശനിലൊക്കെ അതിലൊന്ന് ശുഭപന്തോരാളി, ഒന്ന് ഹിന്ദോളമാണ്. അപ്പോൾ ഗ മ ഗ സ നി ദ നി സ. അപ്പോൾ നമുക്ക് ശോകം വരും, കാരണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയാണ്. പക്ഷേ ഗമ ഗമ ധ മധ മധ നി ധ നി ധ നി സ നി സ നി സ ഗ അങ്ങനെയൊക്കെ പാടുമ്പോൾ ഒരു എന്താണ്, ഒരു ജോയ്, ഒരു എബുലൻസ്, ഇങ്ങനെയൊക്കെ തോന്നാവുന്ന രീതിയിൽ നമുക്ക് രാഗം തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെയാണ് ശരിക്ക്, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ പണ്ടത്തെ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിലും ഇന്നാണെങ്കിലും ശരി, രാഗം ബേസ്ഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, രാഗം ബേസ്ഡ് ആയിട്ട് ഇപ്പോൾ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ലളിതഗാനങ്ങൾ പണ്ടുമുണ്ട് ഇന്നുമുണ്ട്. പക്ഷെ രാഗം ബേസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ അതിനെ വളരെ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സഞ്ജയ് ലീല ഭൻസാലിയുടെ എല്ലാ സിനിമകളിലും കല്യാണി രാഗമുണ്ട്, യമനുണ്ട്. എല്ലാ പാട്ടുകളും ഹിറ്റാണ്. പാട്ടുകൾ ഹേ ലാൽ ഇഷ്ക് ഹേ ലാ അങ്ങനൊരു പാട്ടുണ്ട്, അത് കല്യാണിയാണ്. കല്യാണി എന്ന് ഞാൻ പറയുമ്പോൾ യമൻ്റെ പല ഭാഗങ്ങളും ഉണ്ട് കേട്ടോ. അതിൽ യമനുണ്ട്, അതിൽ യമൻ കല്യാണുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും ആജ് ഇബാദത്ത് റൂബറൂ ഹോ ഗയി, അതും ഹിറ്റാണ്. അപ്പോൾ ഏത് സിനിമയാണെങ്കിലും
ആ ഡയറക്ടർക്ക് തോന്നുകയാണ് കല്യാണി എനിക്ക് വേണം തോന്നുകയാണെങ്കിൽ അത് വെക്കുക, അത് ഭംഗിയാക്കുക, വളരെ വളരെ വ്യത്യസ്തമായിട്ട് അത് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ രാഗത്തിനെയും സിനിമയും കണക്ട് ചെയ്തൊരു കാര്യം ഞാൻ പറഞ്ഞു എന്നല്ലോ. ഹരിക്ക് എന്തെങ്കിലും? എനിക്ക് രാഗത്തിനെ പറ്റി പറയാറിഞ്ഞിട്ടല്ല, ഈ ജയേട്ടൻ പറഞ്ഞൊരു കാര്യം, ഇപ്പം ജയേട്ടൻ്റെ ഇത് രമേഷ് ജി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കും, ഈ സുപ്രഭാതം എന്ന് പറയുന്ന പാട്ട് കേട്ടിട്ട് ദേവരാജൻ മാഷ് അതിങ്ങനെ പാടാൻ പറയട്ടത്രേ. എന്നിട്ട് ദേവരാജൻ മാഷ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ മോഹനത്തിൽ ഒരുപാട് പാട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ തെറ്റില്ലാത്ത പാട്ടുകളുമാണ് എന്നെനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഇങ്ങനൊരു മോഹനം എനിക്ക് ചെയ്യാൻ പറ്റില്ല, അത് അയാൾക്ക് മാത്രം പറ്റുന്നൊരു മോഹനമാണ് എന്ന് പറഞ്ഞു എം എസ് വിശ്വനാഥന്. എന്നിട്ട് MSVയെ വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു അത്രേ, MSV ദേവരാജനാണ്, നിങ്ങളുടെ ആദ്യത്തെ ഫാൻ ഞാനാണ് എന്ന് പറഞ്ഞു തരാം. അപ്പം ഈ രാഗം ആണെങ്കിലും, രാഗം ഇപ്പം നമ്മൾ പറയും, ഇപ്പം വളരെ സങ്കടകരമായിട്ടുള്ളൊരു കഥ ഇപ്പം റീസെൻറ്റ് കാര്യങ്ങളിൽ പലരും പറഞ്ഞേക്കാറുണ്ട്, അത് ആ പാട്ട് സിന്ധു ഭൈരവി അല്ലേ, ഒരു സിനിമാ പാട്ട്, അല്ലെങ്കിൽ ആ പാട്ട് മോഹനല്ലേ എന്ന് ചോദിച്ച് അത് ആ സംഗീത സംവിധായകനെ റദ്ദ് ചെയ്യണ പോലെയല്ലേ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, വരി പോലെ തന്നെ സംഗീതവും സിനിമാ പാട്ടിൻ്റെ ഭാഷയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം ശ്രീവത്സൻ ജയൻ മേനോൻ ചെയ്യുന്ന മോഹനമായിരിക്കില്ല ഒരുപക്ഷെ M ജയചന്ദ്രൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ശ്രീവത്സേട്ടൻ ഒരു സിനിമയ്ക്ക് ചെയ്യുന്ന മോഹനായിരിക്കില്ല വേറൊരു അതാണല്ലോ നിങ്ങളുടെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഇപ്പം ഞാൻ തുടക്കം തന്നെ രാഗത്തിൽ നിന്നല്ലേ എന്ന് രമേഷ് ജി ചോദിച്ചുകൊണ്ട് പറയാം, രാഗം അവിടെ ഉണ്ടെങ്കിൽ പോലും, ഇപ്പോൾ ഞങ്ങളോടൊക്കെ ചോദിച്ച പോലെ നിങ്ങൾ പാട്ട് എഴുതുന്നത് 51 അക്ഷരം കൊണ്ടല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 51 അക്ഷരം കൊണ്ടല്ല, വയലാർ എഴുതുന്ന 51 അക്ഷരം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഭാസ്കരൻ മാഷ് വേറെയാണ്. അതുപോലെ തന്നെ അതിൽ രാഗത്തുനിന്ന് വിട്ടൊരു മൗലികത ആദ്യം തൊട്ട് തന്നെ അല്ലേ. ദക്ഷിണാമൂർത്തി സ്വാമി അത്രയും ഇതായിട്ട് പറയുകയാണെങ്കിലും അദ്ദേഹം ചെയ്ത പാട്ടുകളൊക്കെ ഒരേ രാഗത്തിൽ തന്നെ ചെയ്തതൊക്കെ ഒന്നൊന്ന് വ്യത്യാസമായിരിക്കും മറ്റത്. ആ ഒരു ഇതില്ലേന്ന് തോന്നിയെന്ന് മാത്രം. ഹിന്ദുസ്ഥാനി മ്യൂസീഷ്യമായിട്ടുള്ള പ്രഭ അത്രേ, അവർ നല്ലൊരു മ്യൂസീഷ്യമായിരുന്നു. അതിന് സംഗീതജ്ഞ എന്ന് മാത്രമല്ല, അതിനേക്കാൾ നന്നായി റിസർച്ച് ചെയ്യുകയും വളരെ പാണ്ഡിത്യമുള്ള അവർ നമ്മുടെ ഈ ഇന്ത്യൻ സിനിമാ സംഗീതത്തെക്കുറിച്ച് പറഞ്ഞൊരു ഡെഫിനീഷനാണ്. അത് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ഫിലിം മ്യൂസിക് ഹാസ് ഡൊണേറ്റഡ് എ വെരി മെസ്മറൈസിങ് മ്യൂസിക്കൽ ഫോം വിച്ച് ഈസ് കോൾഡ് ഇന്ത്യൻ ഹാർമണി എന്നാണ്. അത് നമുക്ക് മുമ്പ് മുതലേ അറിയാം. ലോകത്ത് 2 തരത്തിലുള്ള സംഗീത ധാരകൾ എന്ന് വേണമെങ്കിൽ പറയുന്നത് അങ്ങനെയാണ് എപ്പോഴും. ഒന്ന് ഇന്ത്യക്കകത്തും മറ്റൊന്ന് പുറത്തും. ഇന്ത്യക്കകത്തുള്ള സംഗീതം എന്ന് പറയുന്നത് മെലഡിയാണ്, അതിന് പുറത്തുള്ളത് നമുക്കറിയാം ഹാർമണിയാണ്. അതുകൊണ്ടാണ് വെസ്റ്റേൺ മ്യൂസിക്കിൽ എപ്പോഴും ഇപ്പം നമ്മൾ ബിതോവനും എപ്പോഴും ഒരു സിംഫണി അറിയപ്പെടുന്നത് അത് വാഗ്ഗേയകാരൻ്റെ പേരിലാണ്, മ്യൂസീഷ്യൻ്റെ പേരിലല്ല. ഒരു വാഗ്ഗേയകാരൻ ഒരു സിംഫണി ഇട്ട് കഴിഞ്ഞാൽ അയാൾ അനശ്വരനായി. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. ത്യാഗരാജനും ദീക്ഷിതരും ശ്യാമശാസ്ത്രികളൊക്കെ ത്രിമൂർത്തികളായി വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ത്യാഗരാജൻ ഈ സാമജപരകവന ഹിന്ദോളത്തിൽ രചിക്കുമ്പോൾ തന്നെ അദ്ദേഹം എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടാവും MDR പാടുന്നത് മാതിരി ഇങ്ങനെ ആ കീർത്തനം പാടാമെന്ന് എപ്പോഴെങ്കിലും അദ്ദേഹം സ്വപ്നം കണ്ടിട്ടുണ്ടാവുമോ? ഇല്ല. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ത്യാഗരാജൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കീർത്തനെക്കുറിച്ച് പഠിക്കാൻ പോകുന്നത് ഇവിടുത്തെ മ്യൂസീഷ്യൻസിനെ കുറിച്ചാണ്. അതാ ഞാൻ മുമ്പ് പറഞ്ഞ മ്യൂസിക് ഡയറക്ടേഴ്സ്. MD രാമനാഥൻ എൻ്റെ കീർത്തനം എങ്ങനെ പാടണു എന്നുള്ളത് ത്യാഗരാജന് അത്ഭുതമായി. ഇത് തന്നെ അപ്പുറത്ത് മധുരൈ മണിയരെ പോയ എൻ്റയർലി ഡിഫറൻറ്റ് സാമജപരകവനയാണ്. അപ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാർമണിയിൽ എപ്പോഴും വാഗ്ഗേയകാരന് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ ഇവിടെ പാടുന്ന ആൾക്കാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് കേട്ട പാട്ടിനേക്കാൾ നല്ലത് എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്ന ആരെ എങ്ങനെ പാടണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫിലിം മ്യൂസിക് എങ്ങനെയൊക്കെ ഒരു ചേഞ്ചാണ് കൊണ്ടുവരാൻ പോകണമെന്ന് പറയാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു വലിയ പാട്ടിൻ്റെ ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു എക്സ്പോസീവായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് കൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ. അപ്പോൾ ഈ പരിണാമത്തിൽ എപ്പോഴും നമ്മൾ ഈ രാഗത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഓരോ മ്യൂസിക് ഡയറക്ടർക്കും ഓരോ സംഗീതജ്ഞനും ഒരു വ്യക്തിത്വമുണ്ട്, ഒപ്പം ഓരോ രാഗത്തിനും ഉണ്ട്. ഈ രാഗം എന്ന് പറയുന്നത് ഫോംലെസ്സാണ്. നമ്മളിപ്പോൾ ഒരു വെള്ളം പോലെയാണ് അത്. ശരിക്കും വെള്ളം ഗ്ലാസ്സിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ ആകൃതി വരും. കിണറ്റിൽ കിടക്കണ വെള്ളം കിണറ്റിൽ, സാഗരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സാഗരത്തിൻ്റെ ആകൃതിയാണ് വെള്ളത്തിൽ. ഇതുപോലെയാണ് രാഗം മുമ്പ് പറഞ്ഞത്. ഈ രാഗം MD രാമനാഥൻ പാടുന്നതല്ല മധുരൈ മണി, അതല്ല ചെമ്പേട്, അതല്ല അരിയക്കുടി, അതല്ലെങ്കിൽ KV നാരായണസ്വാമി, അല്ലെങ്കിൽ ശ്രീവത്സൻ ജയപേർ, ഇവരൊക്കെ പാടുന്ന ഓരോ രാഗം ഒന്നൊന്നാണ്.
ഓരോ സമയത്തും ഒരേ രാഗം തന്നെ പല രീതിയിലാണ്. ഇത് തന്നെയാണ്, ഇതേ വ്യക്തിത്വം തന്നെയാണ് ഇങ്ങോട്ട് പറിച്ചു നട്ടാൽ ഓരോ മ്യൂസിക് ഡയറക്ടർക്കും വരുന്നത്. മുമ്പ് പറഞ്ഞ പോലെ ഒരേ രാഗത്തെ ഓരോ മ്യൂസിക് ഡയറക്ടറും ഓരോ രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് അത് മാറ്റാൻ കഴിയും. പറഞ്ഞ പോലെ ഹിന്ദോളത്തിൽ ദുഃഖവും ചെയ്യാം, സന്തോഷവും ചെയ്യാം. അത് ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ്. ഈ ഒരു ഫോംലെസ്നെസ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ മ്യൂസിക്കിൻ്റെ പ്രത്യേകത. അത് ഹാർമണിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ഈ ഫിലിം മ്യൂസിക്കിൽ ഈ രണ്ടും കൂടി ചേരുന്നൊരു മിക്സ്ചറാണ്. പ്രഭ അത്രേ പറഞ്ഞ പോലെ BGM പണ്ട് മുതലേ ഹാർമണിയസ് ആണ്. അത് വെസ്റ്റേൺ ശൈലിയാണത്. വെസ്റ്റേൺ സ്റ്റൈൽ പണ്ട് മുതലേ ഉണ്ട്, ഇപ്പോഴുള്ളതല്ല. ദേവരാജൻ മാഷും ഇവരൊക്കെ BGM എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനൊരു വെസ്റ്റേൺ സ്റ്റൈല് തന്നെയാണ് നമുക്ക് BGM എടുക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് കിടക്കുന്ന ഒരു മെലഡിയുടെ അംശമാണ് പാട്ട്, അതിൻ്റെ സാഹിത്യം. അത് മുമ്പ് ഇപ്പോൾ MSVനെ കുറിച്ച് പറഞ്ഞ എനിക്ക് ഓർമ്മ വരും. MSV അതും കൂടി ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞിട്ട് അവിടെ കൊടുക്കാം. MSVയെ കുറിച്ച് ഇത് പറഞ്ഞപ്പോൾ ദേവരാജൻ മാഷ് ഈ 2000 കൂടിയിട്ട് അദ്ദേഹം ഇറക്കിയ വലിയൊരു ഇതുണ്ടല്ലോ, ഈ ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടി ഇറക്കിയ വലിയൊരു ബുക്ക് ഇതുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ചലച്ചിത്ര ഗാനവും അത് ആദ്യമായിട്ട് അദ്ദേഹം വെച്ചിട്ടുള്ള ഫോട്ടോ MS വിശ്വനാഥിൻ്റെയാണ്. അതായത് മലയാള സിനിമയിലെ സംഗീതകാരന്മാർ അല്ലെങ്കിൽ ഗാനരചയിതാക്കളും എങ്ങനെയാണോ ആചാര്യസ്ഥാനത്ത് ദേവരാജനെ വെച്ചിട്ടുള്ളത്, ആ ദേവരാജൻ്റെ ആചാര്യനാണ് MSV ഇല്ലേ. അപ്പോൾ ഈ മോഹനം എന്ന രാഗത്തിൽ ഇപ്പോൾ ഈ സുപ്രഭാതം എന്ന് ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ജയരാജ് വാര്യർ പറഞ്ഞ ഒരു ഇതുണ്ട്. ഈ MSVനെ ഒരിക്കൽ കാണാൻ പോയപ്പോൾ MSV ഇങ്ങനെ ചാരുകസേരയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ എന്താ വേണ്ട ചോദിച്ചു. അപ്പോൾ ഒരു പാട്ട് ചെയ്യണം. ആ പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ശരി, മാറ്റർ ഇരിക്കാ, മീറ്റർ കൊടുക്കറേ. ഇല്ല, മീറ്റർ ചൊല്ലുങ്കോ മീറ്റർ തരേ, മാറ്റർ പോട്ടുക്കോ. അപ്പോൾ ഈ മാറ്ററും മീറ്ററും അതാണ്. ഈ മാറ്ററാണ് ഹരിനാരായണൻ, ഇവിടെ ഇരിക്കുന്ന ഹരിനാരായണനാണ് മാറ്റർ. മീറ്ററാണ് ശ്രീവത്സൻ മേനോൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ മാറ്ററും മീറ്ററും, MSV പറഞ്ഞല്ലോ മുമ്പ്, മാറ്റർ വെച്ച് മീറ്റർ ചെയ്യണം, മീറ്റർ വെച്ച് മാറ്റർ. ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ മലയാള ഗാനങ്ങളിൽ സൃഷ്ടിയിൽ നടക്കുന്നുണ്ട് ഇല്ലേ. അതായത് വരികൾ കൊടുത്തിട്ട് ഈണം കൊടുക്കുക, അല്ലെങ്കിൽ ഈണം കൊടുത്തിട്ട് വരികൾ കൊടുക്കുക. ഇത് രണ്ടും കൂടി ഉള്ള ആ വ്യത്യാസം നിങ്ങൾ രണ്ടുപേർക്കും അത് ശരിക്ക് നിങ്ങൾക്കേ മനസ്സിലാവും, കാരണം നിങ്ങളത് അനുഭവിക്കുന്ന പ്രതിഭകളാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഈ ഒരു വ്യത്യാസത്തിനെക്കുറിച്ച് ആദ്യം ഒരു കാര്യം ശ്രീ രമേശ് പറഞ്ഞതിനകത്ത് ഒരു കുറച്ചുകൂടി ആഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം. നമ്മൾ ഭാരതീയ സംഗീതത്തിലാണ് ഈ മെലഡി എന്ന് മാത്രം അല്ല, അത് അങ്ങനെ നമ്മളങ്ങനെ ജനറലൈസ് ചെയ്താൽ വെസ്റ്റേൺ ക്ലാസിക്കൽ സംഗീതത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് അത് ശരിയാവുന്നത് എന്ന് മാത്രമല്ല, ആ മെലഡി ഇന്ത്യൻ മെലഡി അല്ലെങ്കിൽ പേർഷ്യൻ മെലഡി അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ഇത്തരത്തിലുള്ള മെലഡികൾ പ്രധാനമാണ്. ആ മെലഡികൾ വെസ്റ്റേൺ സിംഫണിയുമായി സന്നിവേശിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മീഡിയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സിനിമയാണ്. സിനിമയിൽ അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് സിനിമയെ നമ്മളൊരു കോമ്പോസിറ്റ് ആർട്ടായിട്ട് പറയുന്നത്. കാരണം എല്ലാ തരത്തിലുള്ള കലകളെയും നമുക്ക് സിനിമയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് മാത്രമല്ല, അതിന് തനതായ ഒരു അസ്തിത്വവും നമുക്ക് ഈ സംഗീതത്തിനെ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഏത് സംഗീതത്തിനെ സിനിമയിലേക്ക് കൊണ്ടുവന്നാലും സിനിമയുടേതായിട്ടുള്ളൊരു അസ്തിത്വം അതിന് ലഭിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ ശരിയാണ് പറഞ്ഞത്. കാരണം മെലഡിയും ഹാർമണിയും ഒക്കെ കൂടെ ചേർന്നുള്ള ഒരു മിശ്രണമാണ് ഇപ്പോൾ സിനിമയിൽ നമ്മൾ കേൾക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും ഈവൻ സിനിമ പാട്ടുകൾ വരെ. പിന്നെ രമേശ് പറഞ്ഞൊരു കാര്യം, സംഗീതമാണോ ആദ്യം നമ്മൾ കൊടുക്കുന്നത് വരികൾക്ക്, അതോ വരികൾ എഴുതിയതിന് ശേഷം നമ്മൾ സംഗീതം കൊടുക്കുകയാണോ, സംഗീതം ആദ്യം തന്നെ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ സാഹിത്യം എഴുതുകയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. ഇത് ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു വളരെ ഫ്ലൂയിഡായിട്ട് നടക്കുന്നൊരു കാര്യമായി കഴിഞ്ഞിരിക്കുന്നു. പണ്ടൊക്കെയാണ് അതിനെക്കുറിച്ച് പുറമേയുള്ള ആളുകൾ ഇത്രയും വ്യാകുലപ്പെടാറുള്ളത്. അപ്പോഴും പണ്ടത്തെ കാലത്തും വയലാറിൻ്റെ കാലത്തും ഒക്കെ ഈ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ കേൾവിക്കാർക്കാണ് ആ ഒരു പ്രയാസം. ഇതിൽ വയലാറിൻ്റെ പറഞ്ഞപ്പോൾ ഒന്ന് ഐഡിയ, ഞാൻ വയലാറിൻ്റെ ഒരു ഡയറി കുറിപ്പ് കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. 1964 ജൂൺ മാസത്തിലോ ഒറ്റ വയലാർ എഴുതിയൊരു ഡയറിയാണ്. അപ്പോൾ ആ ഡയറി ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ബോംബെയിലെത്തി, സലീൽ ചൗധരിയുടെ സ്റ്റുഡിയോവിലെത്തി,
മുള്ളിൽ വീണ പനനീർ പൂവിതൾ പോലെയുള്ള ഒരു മനുഷ്യൻ, സലിൽദായെ പറ്റി പറയണം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത്, പരീക്കുട്ടിയുടെ പാട്ട് കിട്ടി, ഈണത്തിന് വാക്ക് വച്ച് ഇതുവരെ ശീലിച്ചിട്ടില്ല, വാക്ക് എങ്ങനെയെങ്കിലും വയ്ക്കാം, കവിതയുണ്ടാവുമോ എന്നറിയില്ല, കാത്തിരുന്ന് കാണാം എന്ന് അദ്ദേഹം ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ടാണ് ഈണത്തിന് ഈ പെണ്ണാളെയൊക്കെ അദ്ദേഹം അന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്ന് പറയും. അതെ, വളരെ വളരെ ശരി. അതാണ് പറഞ്ഞത്. കാരണം ഈ വരികൾക്കും മീറ്ററിനും ഒക്കെ നമ്മളൊരു മെട്ടിട്ടിട്ട് പാടുക, അല്ലെങ്കിൽ അതിന് സാഹിത്യം എഴുതുക, ഇത് ഇന്നിപ്പോൾ വളരെ വളരെ എന്താ പറയുക, വളരെ സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. ചില സമയത്ത് ഡയറക്ടർക്ക് തോന്നുകയാണ്, ഇതെല്ലാം എങ്ങനെയൊക്കെ പറഞ്ഞാലും സിനിമ ഒരു ഫങ്ഷണലായിട്ടുള്ളൊരു കലയാണ്. സംഗീതം എസ്പെഷ്യലി സിനിമയ്ക്ക് വളരെ ഫങ്ഷണലായിട്ട് നിൽക്കേണ്ട ഒരു കാര്യമാണ്. ഡയറക്ടർ ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഞാനോ ഹരിയോ ഞങ്ങളുടെ എഴുത്തോ സംഗീതമോ ഒന്നുമല്ല എടുക്കുക, ആ സിനിമയ്ക്ക് അത് സൂട്ടബിൾ ആവുന്നുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും ഞങ്ങൾ വളരെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അത് ആ സിനിമ തന്നെ ഞങ്ങൾക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അത് ആ സംവിധായകനെ പോലെയല്ല പറയണ്ട, ആ സിനിമ തന്നെ ഞങ്ങൾക്ക് അത് വി ഡോണ്ട് വാണ്ട് ദിസ് എന്ന് കൃത്യമായിട്ട് ആ സിനിമ നമ്മുടെ അടുത്ത് പറഞ്ഞ അനവധി അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സംവിധായകനോ ഹരിയോ ശ്രീവത്സനോ മോശമായിട്ടുള്ള ലിറിസിസ്റ്റോ സംഗീതജ്ഞനോ ഒന്നുമല്ല, സിനിമയ്ക്ക് അത് സൂട്ടബിൾ ആവണില്ല എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ഞാൻ ഹരിയുടെ ഒരു കേപ്പബിലിറ്റിയെക്കുറിച്ച് പറയുകയാണ്. ഒരുവിധം സെക്കൻഡ് കൊണ്ട് തന്നെ ഹരി പലപ്പോഴും എഴുതുകയും സംഗീതത്തിന് വേണ്ടി എഴുതുകയും ഒക്കെ ചെയ്യുന്നൊരു പ്രതിഭയാണ്. അപ്പോൾ അങ്ങനൊരു എക്സസൈസ് നമുക്ക് ചെയ്താലോ? ശ്രമിച്ചു നോക്കാം. അല്ല, അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ച് ഇപ്പം എന്താ വെച്ചാൽ, ഇപ്പോൾ അവിടെ രമേഷ് ചോദിച്ച ചോദ്യം മീറ്റർ എന്നുള്ളതാണ്. ഇപ്പം ഇതിൻ്റെ വെറുതെ നമ്മൾ ഒരു 5 മിനിറ്റ് പറഞ്ഞിട്ട് അതിലേക്ക് കടക്കാം. നമ്മളിതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴേ, ഈ മലയാളത്തിൽ ആദ്യത്തെ പാട്ടുള്ള സിനിമ വന്നത് ബാലൻ എന്ന് പറയുന്ന സിനിമയാണല്ലോ. അപ്പോൾ ഈ 1938-ലോ 37-ലോ സുന്ദരം പിള്ള എന്ന് നാഗർകോവിലറ്റുള്ള ഒരാൾക്ക് ഒരു കഥ കിട്ടുകയാണ്. ഒരു സംഭവം, ഹൈദരാബാദിൽ നടന്ന ഒരു സംഭവം. അപ്പോൾ ഇദ്ദേഹം അതിനെ ഒരു കഥയാക്കി, വിധിയും മിസ്സിസ് നായരും എന്ന് പറഞ്ഞൊരു കഥയാക്കി. ഈ വിധിയും മിസ്സിസ് നായരും എന്ന് പറയുന്ന കഥ കൊണ്ടുപോയിട്ട് സേലത്തോ ഇവിടെയുള്ള സുന്ദരം മുതലാളിയെ കണ്ടു. അദ്ദേഹം സിനിമ എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ആലപ്പി വിൻസെൻ്റ് എന്ന് പറയുന്ന സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതരുടെ അനിയൻ അതിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ സിനിമ തുടങ്ങിയപ്പോൾ ഈ കഥ കൊണ്ടുവന്ന സുന്ദരം പിള്ള നായകനാവണം അദ്ദേഹം നായകനാവാൻ തീരുമാനിച്ചു. നായകനായി. 4 ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ഈ സുന്ദരം പിള്ള ഇതിലൊരു നടിയുമായിട്ട് ഒളിച്ചോടി, നായികയായിട്ട് ഒളിച്ചോടി. സ്ക്രിപ്റ്റും അദ്ദേഹം കൊണ്ടുപോയി. സ്ക്രിപ്റ്റ് കയ്യിലുണ്ട്. അപ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് സിനിമ പോകുന്നറിയില്ല. ഇദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസറുടെ കാശ് ഇറങ്ങിക്കഴിഞ്ഞു കുറേ. അപ്പോൾ ഈ ആലപ്പി വിൻസെൻ്റ് മലയാളത്തിലാണല്ലോ, ഇവിടെ വന്ന് സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതരോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത് ആരെക്കൊണ്ടെങ്കിലും എഴുതിക്കണം. അപ്പോൾ എഴുതിക്കാൻ വേണ്ടിയിട്ട് ആണ് മുതുകുളം രാഘവൻപിള്ള എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അന്നത്തെ കുറേ പുരാണമില്ലാത്ത നാടകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മുതുകുളം അന്ന് വരെ നാടകം, കഥകളി, ആട്ടക്കഥയൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ്. അതാണ് ചെയ്തിരിക്കുന്നത്. ആ മുതുകുളത്തിന് കൊണ്ടുകൊടുത്തപ്പോൾ മുതുകുളം പറഞ്ഞു, എനിക്കിതൊന്നും എഴുതിയിട്ട് ശീലമില്ല, കാരണം ഇത്രയും നീളത്തിലുള്ള രംഗങ്ങളാണ്. അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു, ഇതിങ്ങനെ വെട്ടി ചെറിയ രംഗങ്ങൾ വേണം എനിക്ക്. അപ്പോൾ ഇദ്ദേഹം ഒരു സീൻ എഴുതി വെട്ടി. ഈ വെട്ടുന്ന സ്ഥലത്തൊക്കെ അദ്ദേഹം ഓരോ പാട്ടും എഴുതി. ഒരു സീൻ വെട്ടാൻ വേണ്ടിയിട്ട് ഓരോ പാട്ടും എഴുതി. ബാലൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 23 പാട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇത് കൊണ്ടുപോയി. അപ്പോൾ ഇതെങ്ങനെ മ്യൂസിക് ചെയ്യും എന്നറിയില്ല. അപ്പോൾ അന്നൊക്കെ പാടുന്നവർ അത് തന്നെയാണല്ലോ അഭിനയിക്കുന്നത്. അപ്പം നമ്മുടെ പരമശിവവിലാസം എന്ന് പറയുന്ന PSV നാട്യസംഘത്തിൻ്റെ നാടകത്തിൽ ചേർത്തലയോ ഒക്കെ ആ ഭാഗത്തുള്ള ഒരു കുഞ്ചുപിള്ള എന്ന് പറഞ്ഞാൽ കുഞ്ചു നായർ, കുഞ്ചു നായർ, അദ്ദേഹത്തിനെ കൊണ്ടുവന്നു അഭിനയിപ്പിക്കാം. അപ്പോൾ അദ്ദേഹവും
ഹാർമോണിസ്റ്റായിട്ടുള്ള ഇബ്രാഹിം എന്ന് പറയുന്നിട്ട് ഒരാളും കൂടിയിട്ട് ഇതിനെയൊക്കെ ഈ വരിയൊക്കെ എടുത്തിട്ട് ട്യൂൺ ചെയ്തു. അപ്പോൾ ട്യൂൺ ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് പാട്ട് എഴുതുമ്പോൾ ഒരു ഐഡിയ വേണ്ടേ? ഇവരൊക്കെ കൂടി തട്ടിക്കൂടി ഇതിൽ പാട്ടുണ്ടാക്കുന്നു. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ മീറ്ററൊക്കെ സംസാരിക്കുന്ന ഈ പാട്ടിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ആ മുതുകുളം അല്ലെങ്കിൽ KK അരൂരും ഇബ്രാഹിമും ഒക്കെ തുടങ്ങി വെച്ചതാണ്. അവിടെ നിന്ന് പിന്നെ കുറേ വരി എഴുതിയിട്ട് ഈണപ്പെടുത്തുന്ന വയലാറിൻ്റെ കാലത്ത് വന്നു. വീണ്ടും സലീൽദ വന്നപ്പോൾ മീറ്ററിന് മാറ്ററായി, വീണ്ടും മാറ്ററിന് മീറ്ററായി. ഇപ്പം നമുക്ക് തോന്നുമല്ലോ, നമ്മൾ വിഷ്വല് കാണിച്ച്, ശ്രീവത്സേട്ടനും വേണ്ടി വന്നിട്ടുണ്ടാവും, വിഷ്വല് കാണിച്ച് ഈണം പെടുത്തിയിട്ട് അതിനനുസരിച്ച് വരി എഴുതുക. ഓലഞ്ഞാലിക്കുരുവി എന്ന് പറയുന്ന പാട്ടൊക്കെ അങ്ങനെയാണ് എഴുതിയത്. ആ വിഷ്വല് മുമ്പേ എടുത്തിരുന്നു. വിഷ്വലും വന്നിട്ടാണ് ഇപ്പോൾ നമുക്കൊക്കെ എഴുതേണ്ടി വരുന്നത്. അപ്പോൾ മീറ്ററോ മാറ്ററോ നോക്കാം നമുക്ക്. ഇപ്പോൾ ഇത് വയലാറിനെ കുറിച്ച് ഈ പറഞ്ഞല്ലോ, പരീക്കുട്ടിയുടെ പാട്ട്, അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വിപ്ലവഗാനം മറ്റേ ഇതുണ്ടല്ലോ, പല്ലിക്കുടീരങ്ങളെ. ആ പാട്ട് അദ്ദേഹം എഴുതിയപ്പോൾ അദ്ദേഹം അത്രയും വിപ്ലവാത്മകമായൊരു ചിന്തയോടെ ചെങ്കൊടികൾ ഉയർന്നു എന്നാണ്, ചെങ്കൊടികൾ എന്നാണ് അദ്ദേഹം എഴുതിയിരുന്നത്. പക്ഷെ അത് പിന്നീട് അത് നാടകത്തിലേക്ക് വന്നപ്പോൾ അത് പൊൻകൊടിയാക്കി മാറ്റി. അത് തന്നെ അദ്ദേഹം ആ ഒരു വാക്ക് മാറ്റാൻ തന്നെ അദ്ദേഹം അത്രയും വിഷമിച്ചിട്ടാണ് മാറ്റിയത്. ചെങ്കൊടി എന്ന് പറയുമ്പോൾ അതിന് വേറെ അത് ശരിയാവില്ല, നമുക്കത് പൊൻകൊടിയാക്കാം എന്ന് പറഞ്ഞിട്ട് പൊൻകൊടി എന്നൊരു വാക്ക് മാറ്റാൻ അത്രയും വിഷമിച്ചിട്ടുണ്ട് അദ്ദേഹം. അവിടെയാണ് ഈ പറഞ്ഞ ഈ ഈണത്തിന് ഇപ്പോൾ ഈ പരീക്കുട്ടിയുടെ പാട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട് വയലാർ പറഞ്ഞു എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു പ്രധാന ചോദ്യം വന്നു, അതുകൊണ്ടാണ് ഞാൻ അതോട് പറയുക, അതല്ലെങ്കിൽ അത് വിട്ടുപോകും. ഇപ്പം നമ്മൾ ഈ വിഷമം പറഞ്ഞല്ലോ പരീക്കുട്ടിയുടെ, അല്ല പരീക്കുട്ടിയുടെ പാട്ട് ഇങ്ങനെ എഴുതാനും ശീലമില്ലായ്മ, അത് തന്നെ. ആ ശീലമില്ലായ്മ ഒരു കവിക്ക് പറ്റില്ല, ഗാനരചയിതാവിന് ചിലപ്പോൾ പറ്റും. അതാണ് വ്യത്യാസം. എനിക്ക് തോന്നുന്നത് അവിടെയാണ് എനിക്ക് ഹരിനാരായണനോടും അദ്ദേഹത്തോടും ചോദിക്കേണ്ട ഒരു ചോദ്യം. അതായത് നമ്മളൊരു കവിതയ്ക്ക് ഈണം കൊടുക്കുന്നു, ഒരു പാട്ടിന് ഈണം കൊടുക്കണം. ഹരിനാരായണൻ ഒരു കവിത എഴുതുമ്പോൾ അവിടെ വേറൊരാളുടെ ഇൻഫ്ലുവൻസ് പറ്റില്ല. നീ ഇന്ന രീതിയിൽ എഴുതുമെന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഭവം, അമ്മ എന്നുള്ള കവിത, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അത് ഒരു പ്രൊഡ്യൂസറും ഒരു ആസ്വാദകരും സംഗീതം ആര് വിചാരിച്ചാലും അതിലത്തെ ഒരു വാക്ക് മാറ്റാൻ നിങ്ങൾ സമ്മതിക്കില്ല, അല്ലേ? നിങ്ങളത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ മുരുക മുരുക വേൽ മുരുക ആ പാട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു വരി നിങ്ങൾ മാറ്റി കൊടുക്കും. അതാണ് ഗാനരചയിതാവ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. കവിത എഴുതുന്ന ഹരിനാരായണനുണ്ട്, ഗാനരചയിതാവായിട്ടുള്ള ഹരിനാരായണൻ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. കവിതയ്ക്ക് ഈണം കൊടുക്കുന്ന ശ്രീവത്സൻ മേനോനുണ്ട്, ഗാനരചനയ്ക്ക് ഈണം കൊടുക്കുന്ന ഈ ശ്രീവത്സൻ മേനോനുണ്ട്. അതിൻ്റെ ഒരു ഡിഫറൻസ് പറയൂ നിങ്ങൾ രണ്ടുപേരും. എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പോൾ ശ്രീവത്സൻ മേനോൻ ഇഷ്ടപ്പെട്ട ഒരു ട്യൂൺ ചെയ്യുന്നു, അദ്ദേഹം ഒരു കച്ചേരി നടത്തുന്നു. അത് ഒരു ആർട്ടാണ്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ കവിത എഴുതുകയാണെങ്കിലും അത് എത്ര പൊട്ട കവിതയാണെങ്കിലും അതെൻ്റെ ഒരു ആർട്ടാണ്. പക്ഷേ അദ്ദേഹം ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം ഒരു ഒരു ഡയറക്ടർക്ക് വേണ്ടിയിട്ട്, ഡയറക്ടറാണ് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്ന മൂവിയുടെ തൊഴിലെടുക്കുന്ന ഒരാളാണ്. ഞാൻ ചിന്തിക്കുന്നത് സിനിമയിലുള്ള സംഗീതമാണെങ്കിലും സിനിമയിലുള്ള വരികളാണെങ്കിലും ഒരു അപ്ലിക്കേഷൻ ഓഫ് ആർട്ടാണ്. മറ്റത് ആർട്ടാണ്, അപ്ലിക്കേഷൻ ഓഫ് ആർട്ടാണ് എന്ന് വെച്ച് ഈ കവിത എഴുതൽ കേമവും പാട്ട് എഴുതൽ മോശവുമാണ് എന്നുള്ള, അല്ല ഞാൻ അങ്ങനെ പറഞ്ഞു എന്നല്ല, അങ്ങനെ ഒരു ചിന്തയില്ല. അതും ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും പക്ഷേ പാട്ട് ഒരു സംഘകലയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇപ്പോൾ ഒരു ഈണത്തിന് ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് ശ്രീവത്സേട്ടന് ഒരുപാട് ട്യൂൺ ഇടേണ്ടി വരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വരിയും എഴുതേണ്ടി വരും. നമുക്കിഷ്ടമുള്ള വരിയായിരിക്കും ചിലപ്പോൾ, അതവിടെ കളയേണ്ടി വരും. ഇപ്പോൾ ഞാൻ പല സ്ഥലത്തും പറഞ്ഞത്, ഇപ്പോൾ ഇവിടെ എൻ്റെ ഇത് പറഞ്ഞുകൊണ്ട് കേട്ടിട്ടുണ്ടാവും, ഇവിടെ ജീവാംശമായി എന്ന് പറയുന്ന ഒരു പാട്ട് ഞാൻ തീവണ്ടി എന്ന് പറഞ്ഞ സിനിമയിൽ എഴുതിയതാണ്. ഈ പാട്ടൊക്കെ എഴുതി റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അപ്പോൾ കേട്ടപ്പോൾ ഇതിൻ്റെ ക്രൂവിൽ പെട്ട ഏതോ ഒരാൾക്ക് തോന്നി, അയാൾ വക്കീലായിരുന്നു.
അപ്പോൾ ഇങ്ങേരൊക്കെ ഈ ജീവാംശം എന്ന് കേൾക്കുമ്പോൾ ജീവനാംശം എന്നാണ് ഓർമ്മ വരുന്നത്. ജീവാംശം എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇയാൾക്ക് ജീവനാംശം എന്നാണ് ഓർമ്മ വരുന്നത്. ഈ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതായിട്ടേ ഈ വക്കീലായിട്ട് നടന്നിട്ട് ഞാൻ എൻ്റെ പ്രൊഫഷനല്ല പറയണ്ട. അപ്പോൾ ഇത് മാറ്റണം എന്നുള്ളൊരു തീരുമാനമായി. അപ്പോൾ ഇയാളിതിങ്ങനെ പറഞ്ഞ് ആളുകളിലേക്ക് പകരും. ഇത് നമുക്ക് എപ്പോഴും ഉണ്ടാവുക സംശയമാണല്ലോ, അത് എത്ര വേണമെങ്കിൽ ഉണ്ടാവാം, ശരി ഒന്നും തെറ്റ് പലതുമാണല്ലോ. അപ്പോൾ ഈ സംശയം ഉണ്ടായിട്ട് ലാസ്റ്റ് ഞാൻ കുറേ ഓപ്ഷൻസ്, എനിക്ക് തോന്നുന്നു ജീവാംശമായി എന്നുള്ള വരിക്ക് ഞാനൊരു 50 ഓപ്ഷൻസ് എഴുതി കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും ജീവാംശത്തിലാണെന്ന് പറഞ്ഞു. കൈലാസും മ്യൂസിക് ഡയറക്ടർ എൻ്റെ കൂടെ നിന്നു. അങ്ങനെ അവസാനം ഈ ഓപ്ഷൻസൊക്കെ പാടി അവസാനം എന്തോ ഒരു ഭാഗ്യത്തിന് വീണ്ടും ജീവാംശത്തിലേക്ക് തന്നെ വരും. അപ്പം നമ്മൾ പിന്നീട് ഒന്നൊരു ഹിറ്റ് വന്നാൽ ഫോളോ ചെയ്യണൊരു ഇതുണ്ട് ആൾക്കാർ. നമുക്ക് ജീവാംശം പോലെ ഒരു പാട്ട്, ഈ ജീവാംശം പോലെ ഒരു പാട്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പേടിയപ്പോൾ സത്യം പറഞ്ഞു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കാർ ഒരു വേദിയിൽ വന്നിട്ട് ജീവാംശം പാട്ടൊന്നും പാടുന്നത് കഴിഞ്ഞാൽ അപ്പം എനിക്ക് ജീവനാംശം കേൾക്കാൻ തുടങ്ങി. അവർക്കൊക്കെ ഇപ്പോൾ ജീവാംശമാണ്, എനിക്കിപ്പോഴും ജീവനാംശമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം ഇടപെടലുകൾ ഇതിലുണ്ട്. അതൊരു സ്വതന്ത്ര കലാരൂപമല്ല. അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ ജീവാംശത്തിൻ്റെ തന്നെ തിരിച്ചിപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു വരി എഴുതണം എന്ന് വിചാരിച്ചാൽ എനിക്ക് ജീവാംശം എന്നുള്ളത് എഴുതാൻ പറ്റില്ല. അത് അയാളുടെ രീതികളെ ബേസ് ചെയ്തുകൊണ്ടുള്ള കൈലാസിൻ്റെ ട്യൂൺ കൊണ്ടാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അഡ്വാൻറ്റേജും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും രണ്ട് വഴിയാണെന്നാണ് തോന്നുന്നത്. അല്ല ശിവത്സേട്ട? വളരെ വളരെ ശരിയാണ്. അത് ഇതിലിപ്പോൾ ഹരി പറഞ്ഞ വളരെ കൃത്യമായിട്ടൊരു കാര്യമാണ്. ഒരു കാര്യം കൂടി, ഡയറക്ടർ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പാണ്, യാതൊരു സംശയമില്ല. അപ്പം നമ്മുടെ ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നൊരു കാര്യമാണ്, ചിലപ്പോൾ മറ്റുള്ളവരത് വിശ്വസിക്കുന്നുണ്ടാവില്ല, ഞങ്ങളൊക്കെ വിശ്വസിക്കണമെന്ന് വെച്ചാൽ ഞങ്ങളും ആ സിനിമയുടെ ഫിൽം മേക്കേഴ്സാണെന്നാണ്. ഞങ്ങളും ഈ സിനിമയുടെ ഫിൽം മേക്കറാണ്. അതായത് ഒരു പാട്ടുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ലെങ്കിൽ പലപ്പോഴും ആ സിനിമ തന്നെ അറിയപ്പെടുന്നത് ഈ പാട്ടുകൊണ്ടായിരിക്കും. അപ്പോൾ സിനിമയുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ സംഗീതമായിട്ട് നല്ല ബന്ധവും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധവും ആയിട്ട് നിലനിൽക്കാനുള്ള ഒരു സാധ്യതയുള്ളതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു ഞങ്ങളും ഒരു സിനിമ ചെയ്തു എന്നാണ് നമ്മൾ പറയുക. സിനിമയിൽ പാട്ട് എഴുതിയെന്നോ ഞങ്ങൾ പാട്ട് മ്യൂസിക് ചെയ്തു എന്നുള്ളതല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഈ വിഷ്വലിനെ മറ്റൊരു ഡയമെൻഷൻ കൂടി, ഇപ്പം നമ്മൾ കവിതയ്ക്ക് നമ്മൾ പറയില്ലേ, കവിത എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഹരിയാണ് അത് പറയേണ്ടത്, ഒരു വരി എഴുതി കഴിഞ്ഞാൽ അതിന് പല തലങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശമാവാം, മനസ്സാവാം, അമ്മയാവാം, ഭാര്യയാവാം, കാമുകയാവാം. അത് ഈ തലങ്ങളൊക്കെ തന്നെ സിനിമയ്ക്കും സാധ്യതയുണ്ടെന്നുള്ളതാണ്. കാരണം സിനിമയുടെ വിഷ്വലിൻ്റെ മറ്റൊരു തലത്തിലുള്ള ഒരു ഓറൽ ഔട്ട്പുട്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ സിനിമയ്ക്ക് നൽകുന്നത്. നിങ്ങളൊരു നല്ല പാട്ടാണ് എന്ന് പറയണത് എന്തിനെ വെച്ചുകൊണ്ടാണ്? 2 ഓപ്ഷൻ ഞാൻ പറയാം. ഏറ്റവും സാധാരണമായി കാണപ്പെടുന്ന കേൾക്കപ്പെടുന്ന ഒരു കാര്യമാണ്. നല്ല പാട്ടാണ് എന്ന് പറയുമ്പോൾ ഒന്ന് നല്ല ട്യൂണാണ്, 2 നല്ല വരികളാണ്. ഇതിൽ നിങ്ങളുടെ മനസ്സിൽ നല്ല ട്യൂണാണ് അല്ലെങ്കിൽ നല്ല വരികളാണ് എൻ്റെ മനസ്സിൽ ആദ്യം ഞാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് നല്ല പാട്ട് എന്ന് പറഞ്ഞാൽ നല്ല വരി. ഇത്തരം ആളുകളെ സംബന്ധിച്ച് ട്യൂൺ ഒരു 2ാം കടയാണ് അല്ലേ? അപ്പം ഞാൻ അസ്യൂം ചെയ്യാണ് ബാക്കി ഉള്ള എല്ലാവരും അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും സംഗീതമാണ് അവരുടെ ആ ട്യൂണാണ് അവരെ ആകർഷിക്കുന്നത് എന്നുള്ളത്. ഒരു ഫിൽം മേക്കറെയോ ഞങ്ങളെയോ സംബന്ധിച്ച് ഇത് രണ്ടുമല്ല, ഇറ്റ് ഷുഡ് വർക്ക്. ഇത് സിനിമയിൽ അതിനൊരു ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവണം. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന അതാണ്, ഈ സിനിമയിൽ അല്ലെങ്കിൽ ഈ സിനിമ കഴിഞ്ഞാലും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും ഈ ഗാനത്തിന് ഒരു അസ്തിത്വം ഉണ്ടാവുക, അത് മനുഷ്യരുടെ മനസ്സിലുണ്ടാവുക എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഈ പാട്ടുകളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ വളരെ കോംപ്ലക്സ് ആണ്. ഒരു പാട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഇറ്റ്സ് എ സൈക്കോളജിക്കൽ പ്രോസസ്സ്. നമ്മുടെ മനസ്സിൽ നല്ല വരി, ഇപ്പോൾ ജീവാംശം എന്ന് പറയുന്ന പോലെ തന്നെ അനുരാഗ വിലോചനനായി എന്ന് പറയുന്ന ആ മെലഡി. ഇപ്പം ഞാൻ വിദ്യാസാഗറിൻ്റെ വലിയൊരു ആരാധകനാണ്. വിദ്യാസാഗറിൻ്റെ ആ പാട്ട് എന്നെ സംബന്ധിച്ച് ആസ് എ ട്യൂൺ, അദ്ദേഹം ഇതിനു മുമ്പ് എത്രയോ കാപ്പി രാഗത്തിൽ ഇത്രയും നല്ല പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ആ പാട്ട്
ട്യൂൺ വൈസ് ഭയങ്കര ഭംഗിയുള്ളൊരു പാട്ടല്ല. പക്ഷേ ഈ അനുരാഗ വിലോചനനായി എന്ന് പറയുന്നതോടുകൂടി ആ പാട്ട് ഏറ്റവും ഗംഭീരമായി പാട്ടായിട്ട് അത് മാറുകയാണ്. അതായത് ആ പാട്ട് എന്നുള്ള ഹോൾ പാട്ടിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ട്യൂണും ലിറിക്കും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് ആണ് ഞാൻ പറഞ്ഞത്. ട്യൂൺ വൈസ് ഞാനൊരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ ട്യൂൺ ഒരു പക്ഷേ സാഹിത്യത്തിൻ്റെ ചുവട്ടിലേ നിൽക്കുള്ളൂ. ഇവിടെയാണ് സാഹിത്യത്തിൻ്റെ ഒരു ഇപ്പം ജീവാംശമായി പറഞ്ഞ വളരെ കൃത്യമായിട്ടുള്ള എക്സാമ്പിൾ. ഞാൻ മറ്റൊരു സംഗീത സംവിധായകൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ വിദ്യാസാഗറിനെ തൽക്കാലം അടിക്കാൻ വരില്ല എന്നുള്ളത്. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. കാരണം ഒരു സംഗീത സംവിധായകൻ വരികളുടെ പ്രാധാന്യത്തെ മുന്നിൽ നിർത്തി സംസാരിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് ഇപ്പോൾ നിങ്ങൾ സാക്ഷികളായിട്ടുള്ളത് കേട്ടോ. എന്നാൽ ഞാൻ തിരിച്ചു വന്ന് പുകഴ്ത്താം. അതായത് എനിക്ക് ഒരു പാട്ടിൻ്റെ ഇതിനോട് ചേർത്ത് പറയാം. അപ്പോഴേ മ്യൂസിക് ഡയറക്ടറുടെ വാല്യൂ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ പലപ്പോഴും പറയും ഈ ഇപ്പോൾ കവറൊക്കെ ചെയ്യുന്ന നല്ല കാര്യമാണ്. ഒരു കവർ ചെയ്യുമ്പോൾ കവർ ചെയ്യാം, അത് ഇംപ്രവൈസ് ചെയ്യാം. പക്ഷേ ഈ ഒരു കവർ ചെയ്യുമ്പോഴേ ഇതിപ്പോൾ ശ്രീവത്സൻ ജയമേനോൻ ചെയ്ത പാട്ട് ഇന്ന രാഗത്തിലാണെന്ന് വെച്ചിട്ട് ആ രാഗത്തിൽ ഒരു കുറേ ആലാപം ഒക്കെ ഇട്ട് അത് അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം, ഇപ്പോൾ ഒരു പാട്ട് ഒരു ഉദാഹരണമായിട്ട് പറയാം, ഒരു പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, മോഹൻ സിതാര സാറ് ചെയ്ത പാട്ടാണ്, കൈതപ്രസാദ് ചെയ്ത പാട്ടാണ്. ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ നിൻ്റെ തൊട്ടുനോട്ടം ഇഷ്ടമല്ലടാ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇഷ്ടമാണത്. അതെങ്ങനെയാ ഇതിൻ്റെ അർത്ഥം? ഞാൻ എഴുതിയ വരിയുടെ അർത്ഥം എന്താ? ഇഷ്ടമല്ല എന്നല്ല. ഇതിൻ്റെ ഇഷ്ടമാണ് എന്നുള്ള അർത്ഥം നമ്മളെ അത് കൊടുക്കുന്നത് ഈ സംഗീതം കൊണ്ടല്ലേ. അപ്പോൾ സംഗീതം ചെയ്യുന്നത് നിങ്ങൾ ഓപ്പോസിറ്റായിട്ട് ഒരു സാധനം എഴുതിയ വരിയെ ഓപ്പോസിറ്റ് അർത്ഥം, വരി കൊണ്ട് ഓപ്പോസിറ്റാണ്, പക്ഷേ ഇഷ്ടം എന്നുള്ള വരിയെ അവിടെ അതുകൊണ്ട് ദ്യോതിപ്പിക്കുകയാണ് ചെയ്യുന്നത് സംഗീതം. അപ്പോൾ അവിടെ സംഗീതം ഒരു ഭാഷയാണ്. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ സംഗീതം ചെയ്യുന്നവർ സംഗീത സംവിധായകനും ഒരു ഭാഷയുടെ ഭാഗമാണ്. അല്ലാതെ അയാൾ സപ്തസ്വരം ഉപയോഗിക്കുന്നതല്ലേ, സപ്തസ്വരം പണ്ട് കണ്ടുപിടിച്ചതല്ലേ, മറ്റേ കീർത്തനം ത്യാഗരാജസ്വാമികൾ കണ്ടുപിടിച്ചതല്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവിടെ എനിക്ക് അവരോട് വിരോധം ഉള്ളതെന്താണെന്ന് വെച്ചാൽ 51 അക്ഷരമല്ലേ കുമാരനാശൻ കവിത എഴുതിയതല്ലേ എന്ന് വെച്ചാൽ ഇന്നുള്ള ആൾക്കാരും കവിത എഴുതുന്നുണ്ട് 51 അക്ഷരം കൊണ്ടാണ്. സംഗീതവും ഒരു സിനിമയിൽ ഭാഷയുടെ ഭാഗമാണ്. കവിത പോലെയല്ല, കവിതയ്ക്ക് വാക്ക് നിശബ്ദതയുള്ളൂ. സംഗീതത്തിൽ അതൊരു പാട്ട് വരുമ്പോൾ അതിൽ വാക്കുണ്ട്, നിശബ്ദതയുണ്ട്, സംഗീതമുണ്ട്. സംഗീതം ഭാഷയാണ്. അപ്പം അതുകൊണ്ട് ആ ബഹുമാനം സംഗീതകാരന്മാർക്കും കൊടുക്കണം. പക്ഷേ അത് ഒരു പ്രശ്നം ഉണ്ടായി. ഇപ്പോൾ 2-0 വീണ്ടും ഹരിനാരായണൻ മുമ്പിലെത്തി. കാരണം എന്താണെന്നറിയോ, ഈ ശ്രീവത്സൻ ജയമേനോൻ പറഞ്ഞതിൻ്റെ 10 ഇരട്ടി സ്ട്രെങ്ത് ഉള്ളൊരു ഉപമയാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് മ്യൂസിക് ഡയറക്ടർ പുള്ളി മുമ്പിൽ കൊണ്ട് നിർത്തിയത്. ഇല്ല, ഇതിലേ 2-0 അല്ല, ഞങ്ങളെ 0-2 തോൽപ്പിക്കാൻ നോക്കണ്ട, ഞങ്ങൾക്ക് പാട്ട് ജയിക്കണം എന്നേ ഉള്ളൂ. അതെ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും കൂടി ഒരു പാട്ടൊന്ന് ഒന്ന് നമുക്ക് നോക്കാം അല്ലേ. ഞാൻ കാടവേദിയിൽ ഒരിക്കൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ അത് വിചാരിച്ചിട്ടില്ല. എനിക്കൊരു പേന തരുമോ? അങ്ങനെയാണ് ഞങ്ങളാണ് തിരിച്ചു തന്നില്ല വെച്ചാൽ ചോദിച്ചു മേടിക്കണം. അങ്ങനെ ബ്രസീൽ കളത്തിൽ ഇറങ്ങുകയാണ്. ജർമ്മനി എന്താ ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല. ഞങ്ങൾ ബ്രർമനിയാണ്. ഒരു ട്യൂണാണ്. ആ ട്യൂൺ അതിനെ വരി എഴുതും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഞങ്ങൾ സാധാരണ വായിക്കൊള്ളാത്ത പേരുകളും വരികളും ഒക്കെയാണ് ഞങ്ങൾ പാടുക. അല്ലെങ്കിൽ വളരെ എളുപ്പമുള്ള വരികൾ. ചില മ്യൂസിക് ഡയറക്ടേഴ്സിന് ഞാൻ പറയുന്നില്ല, വളരെ വിചിത്രമായിട്ടുള്ള ചില വാക്കുകളൊക്കെ അതിലേക്ക് കയറി വരും. ഒരേ വാക്ക് തന്നെ പാടും. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നീലാകാശം 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 നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ
നീലാകാശം നീലാകാശം. അപ്പം ഇത്തിരി സഭ്യമായ വരി വന്നു. അപ്പോൾ ഇതിനൊരു ഒരു ഇനി ഞാൻ അസഭ്യമായിട്ടുള്ള വരി എഴുതല്ലേ വേണ്ടത് ഇതിന്? നീലാകാശം നീലാകാശം. അപ്പോൾ ഇതിവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഇതിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്നറിയോ? ഈ നീലാകാശം ഞാൻ 2 തവണ പാടിയപ്പോൾ രണ്ടും നീലാകാശം അല്ല, ആ രണ്ടാമത്തെ വേറെ വാക്കാണ്. അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചില അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് നമ്മുടെ ഇടയിൽ. നീലാകാശം നീലാകാശം. ഞാനിപ്പോൾ സ്വകാര്യം പറഞ്ഞത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ എനിക്കൊരു വരി കിട്ടും. അപ്പോൾ കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണമല്ലോ. അപ്പോൾ ചിലപ്പോൾ ഡയറക്ടർ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ചിലപ്പോൾ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഈ ട്യൂണും മാറ്റും, വരിയും മാറ്റും. അപ്പോൾ അങ്ങനെ മാറ്റാൻ പാകത്തിനൊരു വരി തരൂ എന്നാണ് ഞാൻ ഹരിയോട് പറഞ്ഞത്. നീലാകാശം നീലാകാശം. നീയാം കൂട്ടിൽ നിന്ന് വേണ്ട എന്നല്ലേ പറഞ്ഞത്? നീയാം കൂട്ടിൽ. എനിക്കപ്പോൾ കൂട്ടിൽ നിന്ന് കേൾക്കാൻ സുഖമില്ല. അതായത് കൂ എന്നുള്ളത് വേണ്ട, എനിക്ക് ആകാശം വേണം. ആ നീലാകാശം വേണം, ഒരു ഓപ്പൺനെസ് വേണം. അതെ, ഞാനൊന്ന് ചോദിച്ചതാണ് കേട്ടോ. എനിക്ക് ശ്രീവത്സേട്ടൻ പാടിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, നമ്മുടെ പരിചയം കൊണ്ട് മനസ്സിലാവുന്നതാണ്. കാരണം ട്യൂണ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടുക എന്നുള്ളതാണ് ഞങ്ങളൊക്കെ നോക്കുക. ഇവിടുന്ന് ഒരു ആന വന്നു കഴിഞ്ഞാൽ പൂരത്തിന് എങ്ങോട്ട് ഓടണം എന്നുള്ളത് പോലെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി, ആ രീതിയിൽ ശ്രമിക്കാം. അത് ചില ഫിക്സേഷനാണ്. ചില സമയത്ത് നമുക്ക് കൂ തന്നെ വേണം തോന്നും. പൂമരം. അപ്പോൾ നമുക്ക് പൂമരം എന്നാണ് ഞാൻ പാടിയെന്ന് വയ്ക്കുക. അപ്പോൾ ഹരി ആനകൾ എന്ന് തന്നു കഴിഞ്ഞാൽ എനിക്കിഷ്ടാവില്ല. അപ്പോൾ പൂമരം തന്നെ വേണം. പൂമരം എന്ന് പറഞ്ഞാൽ പൂമരമല്ല വേണ്ടത്, ആ ഊ എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ ആ ഒരു സൗണ്ടിങ്. ഈ പലപ്പോഴും ഈ സിനിമ സംഗീത സംവിധാനത്തിൽ സൗണ്ടിങ് വളരെ പ്രധാനമാണ് സാഹിത്യത്തിന്. അതാണ് രമേശ് നേരത്തെ പറഞ്ഞത്. കാരണം കവിത ബാലേന്ദ്രൻ ചുള്ളിക്കാട് റഫീഖിനെ വിളിച്ച് പറയാറുണ്ടെന്ന് പറയാറുണ്ട്. അതായത് എത്ര ഇനിയിപ്പോൾ ഞാൻ ശ്രമിച്ചാലും നിന്നെപ്പോലെ ഒരു ഗാനരചയിതാവൻ എനിക്ക് ആവാൻ പറ്റില്ല എന്ന് ബാലേട്ടൻ ഇടയ്ക്ക് പറയാറുണ്ടെന്ന് പറയും. അത് ശരിയാണ്. കാരണം സൗണ്ടിങ് വളരെ പ്രധാനമാണ്. നല്ല ഭംഗിയുള്ള വാക്കുകൾ ഉണ്ടാവണം ഒരു സിനിമ ഗാനത്തിന്. ഇതൊരു നമുക്ക് സമയമൊക്കെ പരിമിതി ഉണ്ട്. ഇനി അടുത്ത സെഷൻ വരും. ഞാനിത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ഡമ്മി മാത്രമാണ്. അതിലൊരു അർത്ഥം ഉണ്ടാവുമായിരിക്കാം, അത്രേ ഉള്ളൂ. അർത്ഥമൊക്കെ വേണോ എന്നുള്ള ചോദ്യമൊക്കെ പലപ്പോഴും സിനിമയിൽ വരും. അത് നമ്മളിപ്പോൾ ആ ഭാഗം വിടാം. ജീവാകാശം ഗാനാകാശം മോദാവേശം. ഗാനാകാശം മോദാവേശം. നാം ഒന്നായി ചേർന്നു പാറും പാട്ടിൻ വനം. ഗാനാകാശം മോദാവേശം. ഗാനാകാശം. അപ്പം ഹരി, ഈ പാട്ട് നന്നായിരിക്കുന്നു. അല്ല, ഇതിപ്പോൾ ഇവർ രണ്ടുപേരും ഈ രീതിയിൽ മത്സരിച്ചപ്പോൾ ഒന്നായി മാറി. വീണ്ടും സ്കോറൊക്കെ ശരിയായിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. വേദിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും വേണ്ട. സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്താറായോ? ഒരു അവസാനം ഒരു ചെറിയൊരു കോൺട്രഡിക്ഷൻ, ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് ഇങ്ങനെ. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ സിനിമയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അഭിനയിക്കാൻ അറിയുന്നവർക്ക് പാട്ട് അറിയുന്നുണ്ടെങ്കിലേ അവർക്ക് അഭിനയിച്ചുകൊണ്ട് പാടുന്ന ആൾക്കാരായിരുന്നു.
പക്ഷേ ഇന്നിപ്പോൾ നോക്കുമ്പോൾ എല്ലാ നായകന്മാരും പാട്ടുകാരായി മാറിക്കഴിഞ്ഞു. അതായത് അഭിനയിച്ച് വന്നിട്ട് പാട്ടുകാരായി. ഇപ്പോൾ മോഹൻലാൽ മുതൽ ദുൽഖർ സൽമാൻ വരെ പാട്ടുകാരായി മാറി. അപ്പോൾ ഒന്ന് ഗായകനും നായകനും, ഇവിടെ ഇപ്പോൾ നായകനും ഗായകനുമായിട്ട് തിരിഞ്ഞ ഒരവസ്ഥയിലേക്ക് അഭിനയിക്കാൻ വന്നിട്ട് പിന്നീട് അവരൊരു പാട്ട് പാടാൻ വേണ്ടി പാടുന്ന രീതിയിൽ അത്രയും ഒരു ലാഘവത്വത്തോടു കൂടി പാട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയോ? അതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉത്തരം ശിവൽസേട്ടൻ പറയണതിൻ്റെ മുമ്പേ ഒരു കാര്യം കൂടി ഓർമ്മിക്കണം. പറഞ്ഞോളൂ. ഒരു പാടുന്ന ആള് അഭിനയിച്ചിട്ടുണ്ട് കുമാരനാശാനായിട്ട്, അതും നന്നായിട്ടുണ്ട്. ഒന്നോ രണ്ടോ പാട്ടുകൾ പാടുന്നേ ഉള്ളൂ. അതൊരു ഒറ്റയ്ക്ക് നമ്മളതെടുത്ത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതൊരു ഒരു ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ. അപ്പോൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മോഹൻലാൽ സാറ് പാടിയാലും പൃഥ്വിരാജ് പാടിയാലും ഒക്കെ ഭംഗി തന്നെയാണ്. അത് ആ ഭംഗി തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലേ. ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ശാസ്ത്രീയ സംഗീതമൊന്നും ഇവരൊന്നും പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതങ്ങനെ കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ സിമ്പിളായിട്ട് അങ്ങനെ എടുക്കുക. പിന്നെ നേരെ ശ്രോതാക്കളുടെ അടുത്തേക്ക് എത്തുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ. നമസ്കാരം, എൻ്റെ പേര് രജിൽ. ഞാൻ ശ്രീവത്സൻ ചേട്ടനോടാണ് ചോദ്യം. വരികൾ എഴുതിയിട്ട് സംഗീതം നൽകുന്നതാണോ അതോ ട്യൂണ് ചിട്ടപ്പെടുത്തിയതിന് ശേഷം വരികൾ എഴുതുന്നതാണോ? അതേപോലെ മോഹനൻ രാഗത്തെ പറ്റി ഒരു പ്രതിപാദിച്ചതുകൊണ്ട് ഒരു കാര്യം പറയണം. നമ്മൾ ബാബുക്ക പിന്നെ പി ഭാസ്കർ മാഷ് എഴുതിയിട്ട് ഒരു അതിമനോഹരമായ പാട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പാട്ടുകാരനല്ല എങ്കിലൊന്ന് വരികൾ പറയാണ്. അറബിക്കടലൊരു മണവാളൻ കരയോ നല്ലൊരു മണവാട്ടി, പണ്ടേ പണ്ടേ പായിലിരുന്നു പകിടയൂതി കളിയല്ലോ. ഈ പാട്ടിൻ്റെ വരികൾ നമുക്ക് ഇന്നും ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ പുതിയ കാലത്തെ ചില വരികൾ നമ്മൾക്ക് ഓർമ്മയിൽ കിട്ടാത്തൊരവസ്ഥയുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന്, കാലം മാറുന്നതനുസരിച്ചിട്ട് താളം മാറുന്നതുകൊണ്ടാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ട്യൂൺ ചെയ്യാനേ രണ്ടും ബുദ്ധിമുട്ടാണ്, എളുപ്പമല്ല. ഒന്നിൽ നിന്ന് എളുപ്പമോ വ്യത്യാസമൊന്നുമില്ല, രണ്ടും വളരെ പ്രയാസപ്പെട്ട. അതായത് രണ്ടും സർഗാത്മക പ്രവർത്തനമാണ്. കൂടുതൽ ആളുകളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ചലച്ചിത്ര രംഗത്തേക്ക് കയറാൻ ആഗ്രഹിക്കാത്ത ആളുകൾ സഹിതമുണ്ട്, രണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആൾ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതെങ്ങനെ അവർക്ക് അതിജീവിക്കാൻ പറ്റും? ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ റാപ്പുകളും ഒക്കെ കാണുന്നുണ്ട്. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ചെയ്യുന്നവരും ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് മാത്രമേ ചെയ്യൂ എന്ന് വിചാരിക്കുന്നവരും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു മ്യൂസിക് ചെയ്യുമ്പോൾ നമ്മുടെ പാഷനപ്പുറം അതിനെ ഒരു പ്രൊഫഷനാക്കി മാറ്റാനും കൂടിയും നമ്മൾ ശ്രമിക്കുമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ മ്യൂസിക് ഡയറക്ടറായിട്ട് സിനിമയിലാണെങ്കിലും അതിലൂടെ ജീവിക്കുക എന്നാഗ്രഹിക്കുമല്ലോ. അങ്ങനെയാകുമ്പോൾ ഇപ്പോഴും സ്റ്റിൽ നമുക്ക് ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് സോങ്സ് റാപ്പായിട്ടും ഒക്കെ മലയാളത്തിലും വരുന്നുണ്ട്. അതിനുള്ള സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ പ്ലാറ്റ്ഫോംസും ഉണ്ട് നമുക്ക് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാൽ കൂടി നമ്മൾ അങ്ങനെയുള്ള ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തിട്ട് ഈ ഇൻകം കിട്ടിയിട്ട് നിലനിൽക്കാനുള്ള ഒരവസ്ഥ ഇപ്പോഴും ഇല്ല എന്നാണ് പലരും പറയുന്നത്. പക്ഷേ ശരിക്കും സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്പേസ് ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോഴും നമുക്ക് സിനിമയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ മോണിറ്ററിയാണ് കേട്ടോ പറയുന്നത്, സ്ട്രിക്ട്ലി. അതിനപ്പുറത്ത് ഇപ്പം നമുക്കൊരു പ്രൊഫഷനുണ്ട്, വേറൊരു പ്രൊഫഷൻ, നമുക്കൊരു വരുമാനമുണ്ട്, വരുമാന സ്രോതസ്സുണ്ട് എങ്കിൽ നമുക്കത് നിൽക്കാൻ പറ്റും എന്ന് തോന്നുന്നു. ഇവിടെ അത് പാഷനായിട്ട് കൊണ്ടുപോകും. പക്ഷെ പ്രൊഫഷനായിട്ട് നമുക്ക് എത്ര കണ്ടത് എടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു വെല്ലുവിളി തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഇൻഡിപെൻഡൻറ്റ് സംഗീതം നമ്മളിപ്പോൾ പറയുന്നത് ലളിതഗാന ശാഖ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ളതാണ്. നമ്മൾ അത് വിസ്മരിച്ചുകൊണ്ട് ഇതൊരു പുതിയ കാര്യമാണെന്നൊരിക്കലും വിചാരിക്കരുത്. അപ്പോൾ പണ്ടേ ലളിതഗാനവും ഡിവോഷണൽ സംഗീതവും ഒക്കെ സിനിമയേക്കാൾ ഉപരി അത്രയും മോർ ദാൻ സിനിമകൾ നമ്പേഴ്സിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ സിനിമയുടെ ഒരു അതിൻ്റെ ആ പോപ്പുലാരിറ്റി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫിനാൻഷ്യലി യു വിൽ ബി ഇൻ എ ബെറ്റർ പ്ലെയിൻ. അപ്പോൾ ശരി, കലാസംഗമം ഇപ്പോൾ ഇവിടെ തൽക്കാലത്തേക്ക് നിർത്തുകയാണ് കേട്ടോ. എന്നുവെച്ചാൽ അടുത്ത സ്പീക്കേഴ്സ് ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അവിടെ രാഗങ്ങൾ പലവിധം ഉണ്ടല്ലോ, പലവിധ രാഗങ്ങളെല്ലാം കൂടി കൂട്ടി ചേർത്ത് ചിട്ടപ്പെടുത്തിയ ഏതെങ്കിലും ഗാനമുണ്ടോ? അല്ല, അവിടെ സംഗീതത്തിൻ്റെ എലമെൻറ്റ് കുറവാണ്. ഭുജഗശായിനോ
നാമമംഗളം എന്നേ പറയുള്ളൂ. ഞാൻ ഇത്രേ പാടുള്ളൂ. കാരണം മംഗളാണ്, അത് പാടാൻ പാടില്ല. അതിവിടെ സ്വാതിരുന്നാൾ അല്ലേ, സ്വാതിരുന്നാൾ കൃതി ഇവിടെ തിരുവനന്തപുരത്ത് അത് പാടിയിട്ടാണ് നമ്മൾ കലാശം കൊട്ടുന്നത് കേട്ടാ.